കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദാനിയേൽ വെളിപ്പാട് പുസ്തകം എന്ന സബ്ജക്റ്റ് പഠിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 7 മുദ്രകൾ പൊട്ടിക്കുന്ന സംഭവം ഒന്ന് തുടങ്ങി വെക്കാനിടയായി. അങ്ങനെ 4 മുദ്രകൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ മുദ്രയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 6 9 മുതൽ 11 വരെ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവർ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. Amen. The souls of martyrs. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കാണുകയാണ്. എങ്ങനെയാണ് അറുക്കപ്പെട്ടത്? ഇവിടെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ട അറുക്കപ്പെട്ടവരാരാണ്? ആരാണ്? നമുക്കറിയാം, ഇന്ന് രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. കർത്താവിന്റെ ദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇത് കൃപായുഗമാണ്, ഇപ്പൊ രക്ഷ സൗജന്യമാണ്. എന്നാൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം കൈവിടപ്പെട്ടു പോയ സമൂഹം വളരെ പ്രതിസന്ധിയിലാകും. അവർക്ക് മനസ്സിലാകും, കർത്താവ് വന്നു, ദൈവസഭ ഇടുന്ന് എടുക്കപ്പെട്ടു, നല്ലവരായ ആളുകളെ ഒന്നും കാണുന്നില്ല. നേരത്തെ ദൈവാസന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മനസ്സിലായി അനവധി ആളുകൾ കർത്താവിനെ പിന്തുടരുവാൻ തീരുമാനിക്കും. ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ അനുയായികളായി തീരണമെങ്കിൽ നല്ല വില കൊടുക്കണം. എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാത്തവർക്ക് ഇവിടെ നിലനിൽപ്പില്ല. അവർ രക്തസാക്ഷികളായി മരിക്കേണ്ടി വരും. അന്നേരം രക്തസാക്ഷികളായി എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഭൂമിയിൽ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിന്റെ കീഴിൽ കാണുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീർന്നത്. മനസ്സിലായോ? യേശുവിന്റെ ആളുകൾ മുന്നറിയിപ്പില്ലാതെയാ പോകുന്നത്. ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ അയൽവക്കത്തുള്ളവരോട് പറയാൻ പറ്റുമോ, ഞങ്ങൾ കർത്താവ് വന്നു, ഇതാ ഞാൻ പോന്നു? വിശ്വാസികളോട് പാസ്റ്ററെ വിളിച്ച് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും എന്തേലും ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് പോകാൻ പറ്റിയല്ല. പെട്ടെന്നാ സംഭവിക്കുന്നത്. അന്നേരം പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിലൊക്കെ വാർത്തകൾ വരും, ഇന്ന ആളുകളെ കാണാനില്ല. മാത്രമല്ല, മര്യാദയായി ജീവിക്കുന്നവരെയാണ് ഇവിടുന്ന് കാണാതെ വന്നത്. അന്നേരം അന്ന് കൈവിടപ്പെട്ടു പോയവർക്ക് ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ അവർക്ക് മനസ്സിലാകും, ഇത് ദേവദാസന്മാരൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണ്. അങ്ങനാണെങ്കിൽ ഇനിയും പറഞ്ഞതെല്ലാം നടക്കും. നരകം എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. പിന്നെ മാനസാന്തരത്തിന് ക്യൂ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും.
എന്നാല് അന്ന് ഏകലോക ഗവൺമെന്റാണ്, എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. അന്ന് ഒരു മതവും പാടില്ലെന്നുള്ള നിയമം വരും. എന്നിട്ട് നിശ്ചയമായിട്ടും എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനമെടുക്കുന്നവർ രക്തസാക്ഷികളായിട്ട് തീരും. മനസ്സിലായോ? അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നന്നായി ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, നല്ലതുപോലെ ശ്വാസമെടുത്ത് ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരം ദൈവം തരുമ്പോൾ, അത് നഷ്ടമാക്കാതെ ജീവിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. മനസ്സിലായോ? രക്ഷിക്കപ്പെടാനുള്ളവർ വേഗത്തിൽ രക്ഷിക്കപ്പെടണം. സ്നാനപ്പെടാനുള്ളവരൊക്കെ വേഗത്തിൽ സ്നാനപ്പെടണം. ഇവിടെ ഒരു വലിയ കരച്ചിലാണ് കാണുന്നത്. ദൈവമേ, പ്രതികാരം നടത്തണമേ, ഞങ്ങളെ കൊല്ലുന്നേ, ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഉടനെ മറുപടി കിട്ടി, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അല്പകാലം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനി നിങ്ങളെ പോലെ ചിലർ കൂടെ ഇതുപോലെ കൊല്ലപ്പെടാനുണ്ട്. 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? വെളിപ്പാട് ദിവസം 7-ാം അധ്യായം എടുത്ത്, വെളിപ്പാട് ദിവസം 7-ാം അധ്യായം 9-ാം വാക്യം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. 13-14 വാക്യങ്ങൾ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ഇംഗ്ലീഷില് ദ ഗ്രേറ്റ് ട്രബുലേഷൻ. നമുക്ക് കഷ്ടമുണ്ട്, ഉപദ്രവമുണ്ട്. മഹാകഷ്ടമോ മഹോപദ്രവമോ നമുക്കില്ല. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ദൈവസഭയുടെ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ മഹാകഷ്ടം ഉണ്ടാകും. നമുക്കറിയാം, ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ 4 ജീവികളിൽ ഓരോ ജീവികളാണ് വെൽക്കം ചെയ്യുന്നത്. എന്നാൽ 5-ാമത്തെ മുദ്ര മുതൽ അവിടെ ആ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നില്ല. അന്നേരം അറുക്കപ്പെട്ട ആത്മാക്കളെയാണ് നമുക്കിവിടെ യാഗപീഠത്തിന്റെ കീഴിൽ കാണാൻ കഴിയും. നമുക്കറിയാം, യാഗപീഠം ഒക്കെ പഴയ നിയമ കാലവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. എന്താണ് യാഗപീഠത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യാഗപീഠം എന്ന് പറഞ്ഞാൽ എന്നാ? യാഗം കഴിക്കാനായിട്ട് നിങ്ങൾ സമയം പോലെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ നിങ്ങൾ വായിക്കണം. അവിടെ സമാഗമന കൂടാരം പണിയാനുള്ള കൽപ്പന പുറപ്പെടുന്നതുമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമാഗമന കൂടാരത്തിൽ 7 ഉപകരണങ്ങളാണ് ഉള്ളത്. 1 യാഗപീഠം, 2 താമ്രത്തൊട്ടി. ഇവ രണ്ടും പ്രാകാരത്തിലും. പിന്നുള്ള 3 ഉപകരണങ്ങൾ വിശുദ്ധ സ്ഥലത്താണ്. ഏതൊക്കെയാ? കാഴ്ചയപ്പത്തിന്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം. ഇത് വിശുദ്ധ സ്ഥലത്താണ് 3 ഉപകരണങ്ങളുള്ളത്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് 2 ഉപകരണങ്ങളാണുള്ളത്.
ഏതൊക്കെയാ? നിയമപ്പെട്ടകം, കൃപാസൻ. നിയമപ്പെട്ടകത്തിന്റെ മുകൾ മൂടിയാണ് കൃപാസൻ, മറന്നുപോകൽ. അങ്ങനെ 7 ഉപകരണങ്ങളാൽ മനോഹരമാക്കപ്പെട്ട ഒരു കൂടാരമായിരുന്നു സമാഗമന കൂടാരം. ഞാൻ പറഞ്ഞു വരുന്നത്, സമാഗമന കൂടാരത്തിലെ ഏറ്റവും വലിയ ഉപകരണമാണ് യാഗപീഠം എന്ന് പറയുന്നത്. മനസ്സിലായോ? 7 ഉപകരണങ്ങളിൽ ഏറ്റവും വലിയ ഉപകരണങ്ങൾ, 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം ഉയരം. അതാണ് സമാഗമന കൂടാരത്തിലെ പ്രാകാര സ്ഥലത്ത് വെച്ചിരുന്ന യാഗപീഠത്തിന്റെ അളവെന്ന് പറയുന്നത്. അത് കതിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് താമ്രം കൊണ്ട് പൊതിഞ്ഞത്? ഏതെങ്കിലും കാരണവശാൽ അകത്തുള്ള കതിരമരം കേടാകാതിരിക്കുവാൻ. നമുക്കറിയാം, യാഗപീഠത്തിലെ ശുശ്രൂഷ എന്ന ശുശ്രൂഷയാ? യാഗപീഠത്തിൽ 2 ശുശ്രൂഷയാണ് നടക്കുന്നത്. ഏതാന്ന് പറയാമോ? ഏതൊക്കെയാന്ന് പറയാമോ? യാഗപീഠത്തിൽ നടക്കുന്ന 2 വിധ ശുശ്രൂഷകൾ ഏതൊക്കെയാ? മൃഗത്തെ ദഹനയാഗം, സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. യാഗപീഠത്തിൽ 2, ഒന്ന് രക്തത്തിന്റെ ശുശ്രൂഷ, 2 തീയുടെ ശുശ്രൂഷ. എന്താണ്? ഒന്ന് രക്തത്തിന്റെ ശുശ്രൂഷ. നമുക്കറിയാം, യാഗമൃഗത്തെ അറക്കപ്പെടുന്നു. എപ്പോഴും യാഗപീഠം മുഴുവൻ രക്തമയമാണ്. മനസ്സിലായോ? നമ്മുടെ ആരാധന കുഞ്ഞാടിന്റെ രക്തത്താലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. മനസ്സിലായോ? രക്തത്തിന്റെ ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. രക്തത്തിന്റെ ഉടമ്പടിയാണ്. അത് മൃഗത്തിന്റെ രക്തമല്ല, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ആ രക്തമാണ് നമ്മളെ ആരാധനയ്ക്ക് യോഗ്യമാക്കുന്നത്. രണ്ടാമത് തീയുടെ ശുശ്രൂഷ. യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നത് സ്വർഗീയ അഗ്നിയാണ്. മനസ്സിലായോ? അന്നേരം പഴയ നിയമ കാലഘട്ടങ്ങളിൽ സമാഗമന കൂടാരത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു, പ്രാകാര സ്ഥലത്ത്. ഇനി ഞാൻ വേഗത്തിൽ കാര്യം പറയാം. ഒരു വ്യക്തിക്ക് വിശുദ്ധ സ്ഥലത്ത് പോകണമെങ്കിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് പോകണമെങ്കിൽ, യാഗപീഠത്തെ സ്പർശിക്കാതെ ഒരു മനുഷ്യനോട് പോകാൻ പറ്റത്തില്ല. ഏത് മനുഷ്യനെയും കൃപാസനം വരെ കൊണ്ടുവരുവാൻ യോഗ്യമാക്കുന്ന ഉപകരണമാണ് യാഗപീഠം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു മനുഷ്യനും വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാനോ അതിപരിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിനടുത്തോ വരാൻ വ്യവസ്ഥയില്ല. ഒരു ദൈവ ആദ്യം വേണ്ടുന്നത് രക്ഷാനിർണയമാണ്, രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഒന്നുകൂടെ വേറൊരു നീ പറഞ്ഞാൽ, ഈ യാഗപീഠത്തിലുള്ള സമാഗമന കൂടാരത്തിലുള്ള മറ്റുള്ള എല്ലാ ഉപകരണങ്ങളെയും ഈ യാഗപീഠത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. അത്ര മാത്രം വലിയ ഒന്നാണ് യാഗപീഠം. യാഗപീഠത്തിന് നീളം എത്ര? 5 മുഴം. വീതി എത്ര? 5 മുഴം. 1 മുഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയാ. മനസ്സിലായോ? 5 മുഴം എന്ന് പറയുമ്പോൾ എത്ര വരും? 7.5 അടി വരും അല്ലേ? അത് 7.5 അടി നീളം, 7.5 അടി വീതി. ഉയരം എത്ര? 3. നീളം വീതി അപേക്ഷിച്ച് യാഗപീഠത്തിന്റെ ഉയരം കുറയാനുള്ള കാരണം എന്നാ? എന്തുകൊണ്ടാണ് യാഗപീഠത്തിന്റെ ഉയരം കുറഞ്ഞത്? എന്തോ പറഞ്ഞോ? തെറ്റിയാലൊന്നും കുഴപ്പമില്ലെന്ന്. ആ,
ഒത്തിരി ഉയരമായാൽ യാഗം കഴിക്കാൻ അതെ, മെറീന ബേബി കറക്റ്റ് ആണ്. യാഗപീഠത്തിൽ ഉയരം കൂടിയാൽ സാധാരണ ആൾക്കാർക്ക് യാഗം കഴിക്കാൻ എത്തത്തില്ല. യാഗപീഠത്തിൽ എല്ലാവർക്കും അത് യാഗം അടിക്കണ്ടേ? ഇപ്പം 5 അടി ഉയരമുള്ള ഒരാൾക്ക് 6 അടി ഉയരമാ പിന്നെ യാഗപീഠമെങ്കിൽ യാഗം നടക്കുമോ? ഏത് മനുഷ്യനും ദൈവസന്നിധിയിൽ വരാനുള്ള അവസരത്തെയാണ് യാഗപീഠത്തിന്റെ ഉയരം കുറച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? പർവ്വതത്തിൽ മോശ കണ്ട മാതൃകയ്ക്കൊത്തവണ്ണമാണ് പണിതിരിക്കുന്നത്. ഒന്നും മാറ്റമില്ല. ദൈവത്തിന്റെ ജ്ഞാനം ഒന്ന് ഓർത്ത് നോക്കിക്കേ. 5 മുഴം നീളവും 5 മുഴം വീതിയുടെ കൂട്ടത്തിൽ 5 മുഴം പൊക്കമായിരുന്നെങ്കിൽ 7.5 അടി ഉണ്ടെങ്കിൽ 4 അടി 5 അടിയും 6 അടിയും 5.5 അടിയുള്ള മനുഷ്യനെ എങ്ങനെ യാഗം കഴിക്കുമായിരുന്നു? അത് ബുദ്ധിമുട്ടാണ്. അന്നേരം എല്ലാവരെയും വെൽക്കം ചെയ്യുവാൻ ദൈവം താല്പര്യപ്പെട്ടു. അന്നേരം പഴയ നിയമ കാലഘട്ടത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു. ശലോമോന്റെ ദേവാലയത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു. മറ്റെല്ലാ നമുക്കറിയാം, ഹെരോദ രാജാവിൻ പുതുക്കിപ്പണിത ആലയത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു. യാഗപീഠം ഉണ്ടായിരുന്നു. എന്നാൽ AD 70 യെരൂശലേം ദേവാലയം തകർന്നുപോയി. എല്ലാം തകർന്ന് തരിപ്പണമായി. ഇന്ന് യഹൂദന്മാർക്ക് ആലയമില്ല. എന്നാൽ അധികം താമസിക്കാതെ ഒരു ആലയം ഉണ്ടാകും. ഈ ഭൂമിയിൽ ആലയം യഹൂദന്മാരുടെ ആലയം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവസഭ എടുക്കപ്പെടും എന്നാണ് വേദശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എതിർക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ ഒരു ആരാധനാലയമുണ്ട്. അവിടാണ് യാഗപീഠം കാണുന്നത്. മനസ്സിലായോ? ആ യാഗപീഠത്തിന്റെ കീഴിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുവാനിടയായിത്തീരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി മരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇനി നമുക്ക് 6-ാമത്തെ മുദ്രയിലേക്ക് വേഗത്തിൽ വരാം. 6-ാമത്തെ മുദ്ര 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 6-ാം അധ്യായം 12 മുതൽ 17 വരെ ഒന്ന് വായിക്കാമോ? 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുകാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. നോക്കണേ. For the great day of his wrath is come, and who shall be able to stand? അവന്റെ മഹാകോപ ദിവസം വന്നു. ആരുടെ? കുഞ്ഞാടിന്റെ മഹാകോപ ദിവസം. 16-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും കണ്ടോ? ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രകൃതിക്ഷോഭമാണ് നടക്കുന്നത്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രക്തസാക്ഷി മരണമാണെങ്കിൽ 6-ാം മുദ്രയിൽ നടക്കുന്നത് ഭയങ്കര പ്രകൃതിക്ഷോഭങ്ങളാണ്. കറ്റാസ്ട്രോഫി. അവിടെ നക്ഷത്രമൊക്കെ വീഴുന്ന കാര്യം നമ്മൾ കണ്ടു അല്ലേ? പണ്ടൊരാൾ ചോദിച്ചു, ഭൂമിയേക്കാൾ വലുതാണ് നക്ഷത്രം.
പിന്നെ എങ്ങനെയാണ് ഈ മണ്ടത്തരമൊക്കെ നടക്കുന്നത്? ആകാശത്ത് നക്ഷത്രങ്ങൾ വീണെന്ന് പറയുമ്പോൾ ഭൂമിയേക്കാൾ വലുതാണ് നക്ഷത്രങ്ങളൊക്കെ. പിന്നെ ഈ മണ്ടത്തരമൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഒറ്റ ചിന്തയിൽ ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നിപ്പോ. എന്നാൽ ഇതൊന്നുമല്ല എന്നത് സംഭവം. മനസ്സിലായോ? മനുഷ്യന് ഗ്രഹിക്കാനുള്ള മനുഷ്യന്റെ ഭാഷയിലാണ് ബൈബിൾ പലതും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ നക്ഷത്രങ്ങൾ വീഴുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ വലിയ നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുന്നല്ല, ഉൽക്കകളാണ്. ഉൽക്കകൾ അനവധി പ്രാവശ്യം ഉൽക്കകൾ വീഴാറുണ്ട്. എന്നാൽ അത് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ പലതും കത്തി നശിച്ചു പോകും. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ പലയിടത്ത് വീഴുകയും ചെയ്യും. അന്നേരം ഇവിടെ നമ്മൾ കാണുന്നത് സാക്ഷാൽ നക്ഷത്രങ്ങളല്ല, ഉൽക്കകളാണ് ഭൂമിയിൽ വീഴുന്നത്. മനുഷ്യനെ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യം നടക്കുന്നത്. അത് അപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. സൂര്യൻ ഉദിക്കുന്നുണ്ടോ, സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? മറുപടി പറഞ്ഞേ. സൂര്യൻ ഉദിക്കുന്നുണ്ടോ, സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഭൂമി കറങ്ങ്. എല്ലാ ദിവസവും സൂര്യൻ ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഉദിച്ചു വരുന്നു. എല്ലാം നമ്മൾ കിടക്കാൻ നേരം ലൈറ്റ് ഓഫ് ആക്കുന്ന പോലെ സൂര്യൻ ഓഫ് ആകുന്നു. അങ്ങനെയാണോ? അല്ലല്ല. അന്നേരം സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാ പറയുന്നത്. ഭൂമി കറങ്ങുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സൂര്യന് പ്രത്യേകിച്ച് ഉദയവും അസ്തമനവും ഒന്നുമില്ല. ആ കാര്യം ഓർത്തോണം. നമുക്കറിയാം, ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട് കാണും, ചുവന്ന മഴ പെയ്യുന്നു, പച്ച മഴ പെയ്യുന്നു, മഞ്ഞ മഴ പെയ്യുന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? 2001 ഇത് സാധാരണ സംഭവമായിരുന്നു. ഞാനന്ന് അബദ്ധവിശ്വസിൽ ഇരിക്കുമ്പോഴാണ് പലയിടത്തും മഞ്ഞ മഴ, പച്ച മഴ, ചുവന്ന മഴ എന്ന് പറയും ധാരാളം ഒരു പ്രതിഭാസം തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അന്നേരം നമ്മുടെ കർത്താവ് വാതിക്കലായിരിക്കെ ചില അടയാളങ്ങളൊക്കെ ദൈവം കാണിച്ചു തരികയാണ്. ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാ? പറഞ്ഞേ. ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ അതെ, കർത്താവ്. അന്നേരം യഥാർത്ഥ ഉടമസ്ഥൻ ഭൂമിയുടെ അധികാരം ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാൻ പോകുകയാണ്. നമുക്കറിയാം, നമ്മളൊരു വീട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ചാൽ അതിനകത്ത് വേണ്ടാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. എന്ന് പറഞ്ഞ പോലെ സർവശക്തനായ ദൈവം ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് വേണ്ടാത്തതൊക്കെ ദൈവം നീക്കും. അതിനുള്ള ആദ്യ പടിയാണ് എന്ന് പറഞ്ഞാൽ കുടിയൊഴിപ്പിക്കൽ ശുശ്രൂഷ എന്ന് വേണേ പറയാം. മനസ്സിലായോ? ഇത് ദൈവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് വായിക്കാമോ? വെളിപ്പാട് 1:3. വെളിപ്പാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഈ പുസ്തകം അറിയത്തില്ലെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കല്ലേ. വെളിപാട് പുസ്തകം ടഫാന്നും പറഞ്ഞുകൊണ്ട് ക്ലാസ് മുടക്കല്ലേ. ഇത് നമ്മൾ വായിച്ചു. എന്താ വായിച്ചത്?
ഇത് വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വായിക്കാതിരിക്കാൻ പറ്റുമോ? പഠിക്കാതിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് അറിയത്തില്ല, തിരിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിസ്സാരമായി കാണല്ല. ഇത് നമ്മുടെ പുസ്തകമാണ്, നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. 6-ാം മുദ്രയ്ക്ക് ശേഷം 7-ാം അധ്യായം ഒരു അനുബന്ധ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏഴാം അധ്യായം മുതൽ തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് വന്നാൽ ദൈവത്തിന്റെ ദൂതന്മാരാണ് തുടർന്നുള്ള ന്യായവിധികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രവൃത്തിപദങ്ങളിൽ ദൂതന്മാർ രംഗത്ത് വരികയാണ്. ആദ്യം നമ്മൾ കണ്ടു 4 ജീവികൾ മുദ്ര പൊട്ടിക്കാൻ 4 മുദ്ര പൊട്ടിക്കാൻ വേണ്ടി മുമ്പിലുണ്ടായിരുന്നു. ഇവിടെ 7-ാം അധ്യായം മുതൽ ദൈവത്തിന്റെ ദൂതന്മാരാണ് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. ഒന്ന് വായിക്കാമോ? 7-ാം അധ്യായം ഫുള്ള് വായിക്കണ്ട, ആദ്യം ഒന്ന് വായിച്ചത്. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ മതി. ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാരാണ് പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നത്. ഇവിടെ 4 കാറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. 4 കാറ്റുകൾ. നാല് കാറ്റുകൾ, 4 ദൂതന്മാർ. കണ്ടോ? നമുക്കറിയാം ക്ലൈമറ്റ് 4 വിധ ക്ലൈമറ്റ് ആണുള്ളത്. ഏതൊക്കെയാന്ന് പറയാമോ? സമ്മർ, വിന്റർ, സമ്മർ, വിന്റർ, റെയിനി, ഓട്ടം. ശീത, ഉഷ്ണം, മഴ, വരൾച്ച, അല്ലേ? അന്നേരം ഈ ഭൂമിക്കും സമുദ്രത്തിനും കേട് വരുത്തുന്നവരാണ് ഈ ദൂതന്മാര്. 2-ാം വാക്യം ഒന്ന് വായിച്ചേ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. നോക്കിക്കേ, 4 ദൂതന്മാർ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തണമെന്നതാ. വേറൊരു ദൂതനകത്ത് ഇടപെടുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്നത് വരെ ദോഷം വരുത്തരുത്, അല്ലേ? 34-ാം സങ്കീർത്തനം 7-ാം വാക്യം ഒന്ന് പറയാം. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ചു കേൾക്കത്തിൽ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നോക്കണം, എതിർക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ ദൈവിക സംരക്ഷണം തന്റെ ഭക്തന്മാർക്ക് ദൈവം ഒരുക്കുന്നതാണല്ലോ. അങ്ങനാണെങ്കിൽ ഇന്ന് ഈ കൃപായുഗത്തിൽ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, എന്റെ ചുറ്റിലും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്? പ്രൈസ് ഗാഡ്.
ഒരു വലിയ സൈന്യം നമ്മോട് കൂടെ ഉണ്ട്. ദൈവദൂതന്മാരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ശുശ്രൂഷക്കാരായിട്ടാണ്, സേവകാത്മാക്കളാണ്. നമ്മൾ അപകടത്തിൽ ചെന്ന് പെടാതിരിപ്പാൻ, നമ്മൾ വീണു പോകാതിരിക്കുവാൻ, നമ്മളെ താങ്ങുവാൻ ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിക്കുന്നുണ്ട്. ഇനി വളരെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് 4-ാം വാക്യം മുതൽ. ഒന്ന് വായിക്കാമോ? 4-ാം വാക്യം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ ബൈബിൾ തുറക്കണം, ഭാഗം നോക്കണം. വായിക്കാം. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മുദ്രയേറ്റവരുടെ എണ്ണം കേട്ടു. ഇനി ആർക്കൊക്കെയാണ് ഈ മുദ്ര കിട്ടിയത്? വായിക്കാം. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആരെയാണ് ഇവിടെ മുദ്രയിടുന്നത്? പറഞ്ഞാട്ടെ, ആരെയാ മുദ്രയിടുന്നത്? ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളും. എന്ത് ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്ത് സ്പഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് യാതൊരു സംശയമില്ല. അന്നേരം ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രമുണ്ട്. ആ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരെയാണ് മുദ്രയിടുന്നത്. അതിന് ചിലര് പറയും 144,000 എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. കേട്ടിട്ടില്ലേ? യഹോവ സാക്ഷിക്കാര് പറയും ഞങ്ങളാണ്. വേറെ കൂട്ടർ പറയും, പലരും പറയും ഞങ്ങളാണ്. എനിക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് ഗോത്രത്തിൽ പെട്ടതാ? അതെ, യഹൂദ ഗോത്രമാണോ, രൂബേൻ ഗോത്രമാണോ, ശിമേൻ ഗോത്രം? അതോട് പറയണ്ടേ. 144,000 ഞങ്ങളാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബൈബിൾ അങ്ങനെയാന്ന് പറയുന്നേ. ഇവിടെ എന്തോ എഴുതിയേക്കുന്നേ? ഏതെങ്കിലും സഭയുടെ പേരിവിടെ പറയുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കി, ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ. ഇത് ഫോർ എക്സാമ്പിൾ, ഇവിടെ സഭയല്ല. സഭ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളല്ല. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇതിന് തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യല്ലേ. ഈ 144,000 എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇന്ന് ചില സഭാവിഭാഗങ്ങൾ പറയുന്നത് അവര് ഞങ്ങളാണെന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. ഇവിടെ പറഞ്ഞ ഇസ്രായേൽ ഗോത്രങ്ങളിൽ സകല ഗോത്രങ്ങളിൽ നിന്നുള്ളവരാ. എന്നിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. വായിക്കാം അടുത്തത്. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000. യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 12,000. ഓരോ ഗോത്രങ്ങളും 12,000 അങ്ങനെ പോന്നേ കാര്യങ്ങൾ. IPC-ക്കാരെല്ലാം 144,000 പേരുടെ ഗണത്തിലാണ്. ചർച്ചക്കോട് 144,000 CPM 144,000 യഹോവ സാക്ഷിക്കാർ 144,000. അങ്ങനത്തെ പരിപാടി ഇല്ല ബൈബിളിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് മനസ്സിലായല്ലോ. ഈ 144,000 ആയിരാ? പഠിച്ചിട്ടേ പോകാം ഇവിടുന്ന്. ആരാണ് 144,000? വേഗം പറ. ഇസ്രയേലിലെ സകല ഗോത്രങ്ങളിൽ മുദ്രയിടപ്പെട്ടവർ. എന്ന് മുദ്രയിടപ്പെട്ടതാ? എന്നാ മുദ്രയിടപ്പെട്ടത്? അതും അറിയത്തില്ലേ? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. നമ്മളിപ്പോ പഠിക്കുന്നത് ഏത് കാര്യമാ പഠിക്കുന്നേ? നമ്മളിപ്പോ എന്തുവാ പഠിക്കുന്നേ? വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം എന്തുവാ നമ്മുടെ ടോപ്പിക്? എന്നാ മഹാകോപ ദിവസം. മറന്നുപോകല്ലേ. നമ്മൾ പഠിക്കുന്ന മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ചാ പഠിക്കുന്നേ. വെളിപ്പാട് ദിവസം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ മഹോപദ്രവ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ്. അന്നേരം
ഇസ്രായേൽ ഗോത്രങ്ങൾ ഓരോ ഗോത്രവും 12,000 മുദ്രയിടുന്നത് എപ്പോഴാ? ഇപ്പോഴാണോ? മഹോദര കാലത്ത്. അന്നേരം മഹോദര കാലഘട്ടത്തിൽ ദൈവസഭയുണ്ടോ? ഇല്ല. സഭ മഹോദര കാലഘട്ടത്തിലുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടില്ല? സഭ എടുക്കപ്പെടും. എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. അങ്ങനെ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ചിലര് പറയാണ് ഞങ്ങളാണ് 144,000, ഞങ്ങളാണ് 100 എന്ന് പറഞ്ഞാൽ ഒരു മഹോദര കാലത്ത് ജീവിക്കാൻ താല്പര്യപ്പെട്ടേക്കുവാണോ? എതിർ ക്രിസ്തുവിന്റെ പീഡന കാലത്ത് ജീവിക്കാൻ ഇവർ താല്പര്യപ്പെട്ടേക്കുവാണോ? നമ്മൾ വചനം അതിന്റെ നിലയിൽ മനസ്സിലാക്കണം. ഒട്ടബുദ്ധിയിൽ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കല്ലേ. അതങ്ങനെ ഇപ്പൊ മനസ്സിലായല്ലോ. 144,000 എന്ന് പറഞ്ഞാൽ ഒരു സഭയുമല്ല. എതിർ ക്രിസ്തുവിന്റെ പീഡന കാലത്ത് ദൈവം ഓരോ ഗോത്രങ്ങളിൽ മുദ്രയിടുന്ന 12,000 വെച്ച് മുദ്രയിടുന്ന 144,000 പേരാണെന്ന് മനസ്സിലായി. അത് വേറെ സഭയല്ല. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ മുദ്രയേറ്റവരാണ് എന്ന് പിടികിട്ടിയോ? അത് ബൈബിൾ എന്ന് പറയുന്നത് അത് വിശ്വസിച്ചാൽ മതി. നമ്മൾ അതിനപ്പുറത്തോട്ട് പോകണ്ട. മനുഷ്യ നിയമം ബൈബിൾ അല്ല. ഇവിടെ 1-2 ഈ 7-ാം അധ്യായം നിങ്ങൾ ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കിയേ. അതിനകത്ത് ഇല്ലാത്ത ഗോത്രങ്ങൾ നമുക്കറിയാം. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാക്കർ, സെബൂലൂൻ, ദാൻ, നഫ്താലി, ആശർ, യോസഫ്. ഇങ്ങനെ 12 ഗോത്രപിതാക്കന്മാർ. ഇത് നിങ്ങൾ ശരിക്കൊന്ന് പഠിച്ചു നോക്കിക്കേ. ഇതിനകത്ത് ഏതൊക്കെ ഗോത്രങ്ങളില്ല, ഏതൊക്കെ ഗോത്രങ്ങൾ കയറി വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചേ. നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഞാൻ തരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിളിന്റെ ഒടുവിലെ ഗോത്രപിതാക്കന്മാരുടെ പേരുകളുണ്ട് എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിളിന്റെ ഒടുവിലില്ലേ? ഇല്ലേ? ആ പേര് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഈ വെളിപ്പാട് ദിവസം 7-ാം അധ്യായം നിങ്ങൾ തുറന്നു വെക്കണം. എന്നിട്ടിങ്ങനെ നോക്കി കണ്ടുപിടിക്കണം ഏതൊക്കെ ഗോത്രങ്ങളെ ദൈവം പരിശുദ്ധാത്മ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ 12 ഉണ്ട്. പക്ഷെ 2 ഗോത്രം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഗോത്രപിതാക്കന്മാരുടെ ലിസ്റ്റിലും 12 ഉണ്ട്. വെളിപ്പാട് ദിവസം 7-ലും 12 ഉണ്ട്. ഏതാണ് ഒഴിവാക്കപ്പെട്ടത്? ഏത് ഗോത്രമാണ് ചേർക്കപ്പെട്ടത്? അത് അസൈൻമെന്റ് ആണ്. വേറൊരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. നിങ്ങൾ ചെയ്തോ ഇല്ലയോ? കുറച്ചു പേരൊക്കെ എനിക്ക് അയച്ചു തന്നു. ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ നേരത്തെയുള്ള അസൈൻമെന്റ്? വളരെ സിമ്പിൾ അല്ലേ? ലോകത്തിലുള്ള മൃഗങ്ങളുടെ സിമ്പലുള്ള പതാക വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. മനസ്സിലായോ? നമ്മുടെ നിമ്മി സിസ്റ്ററെ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ് തീർന്ന് അന്ന് രാത്രി തന്നെ എനിക്ക് അയച്ചു തന്നു. ഇതിനകത്ത് അയച്ചു തന്നവരൊക്കെ പേരൊന്ന് അയച്ചു തന്നവരൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ അയച്ചു എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ തന്നിട്ടുണ്ട്? സൂസൻ സിസ്റ്റർ അയച്ചു തന്നിട്ടുണ്ട്. ജോൺസ് CP അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ മേഴ്സി അല്ലേ? മേഴ്സി അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പലരും അയച്ചു തന്നിട്ടുണ്ട്. ഇനി അയച്ചു തരാൻ കിടക്കുക. കർത്താവ് തന്നാ പോകണ്ടേ? ഇത് അയച്ചു തന്നില്ലേ പോവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കട വിട്ടേച്ച് പോകാൻ പറ്റുമോ? ഇന്ന് വരും. അതെ, ഞാൻ പേടിച്ചു പോയാൽ പറ്റി. ഇന്ന് കർത്താവ് വരുമെന്നാ പറഞ്ഞത്. എനിവേ, അതാണ് അസൈൻമെന്റ്. അങ്ങ് ചെയ്തത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കും. ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ പാർക്കുന്ന നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളത് അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് നിങ്ങൾ നീക്കി വെച്ചാൽ പറ്റും. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ബൈബിളിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് പിന്നെ ഗോത്രപിതാക്കന്മാരുടെ പേരുണ്ട്. 12 ഗോത്രങ്ങളും അതിനകത്തുണ്ട്. വെളിപ്പാട് ദിവസം 7-ാം അധ്യായം നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം.
അതിനകത്തും 12 ഗോത്രങ്ങൾ. ഇതിനകത്ത് ഒഴിവാക്കപ്പെട്ട ഗോത്രങ്ങൾ ഏതൊക്കെ, പകരം ചേർക്കപ്പെട്ട ഗോത്രങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ അസൈൻമെന്റ് കണ്ടുപിടിക്കണം. ഇതൊക്കെ ഇതിനെല്ലാം മാർക്കുണ്ട്. ഓക്കെ, അന്നേരം അത് ഞാന് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ട് ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കും. ഒന്നുകൂടെ പറയാം സാറേ. ഒഴിവാക്കപ്പെട്ട ഗോത്രങ്ങൾ. ആ, രണ്ട് ഗോത്രങ്ങൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലില്ല. അതിന് പകരം വേറെ 2 ഗോത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാൻ 7-ാം അധ്യായം അടുത്ത ക്ലാസ്സിലെ പഠിപ്പിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ 8-ാം അധ്യായത്തിലേക്ക് പോവാം. സാറേ, ആ അസൈൻമെന്റിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞ സാറേ. ഇപ്പൊ പറഞ്ഞ ഗോത്രപിതാക്കന്മാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഗോത്രങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ. ഏത്? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അനുസരിച്ച്. മനസ്സിലായോ? പകരം ചേർക്കപ്പെട്ട ഗോത്രങ്ങൾ ഏത്? നമ്മള് 6 മുദ്ര പൊട്ടിച്ചത് വരെ ചിന്തിച്ചുള്ളൂ. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചത് 7-ാം അധ്യായത്തിലില്ല. 7-ാം അധ്യായം 8-ാം അധ്യായത്തിന്റെ ഒരു അനുബന്ധമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളത് 7-ാം അധ്യായം ഒത്തിരി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരാം. കാരണം ഈ അസൈൻമെന്റ് കയറി വന്നതുകൊണ്ടാണ് ഞാനത് പഠിപ്പിക്കാത്തത്. അത് പഠിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് പിന്നെ പെട്ടെന്ന് അങ്ങ് തീരും. നിങ്ങൾക്ക് ഒന്ന് ഇച്ചിരി ചിന്തിക്കാനുള്ള അവസരം വേണം. അതുകൊണ്ടാണ്. ഇനി 8-ാം അധ്യായം ആരംഭ വാക്യം ഒന്ന് വായിച്ചേ. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. മതി. ഒരു 8-ാം അധ്യായം 1-ാം വാക്യത്തോടു കൂടെ 7 മുദ്രകൾ പൊട്ടിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഈ മഹോമദിയുടെ കാലഘട്ടത്തിലെ ന്യായവിധികളെ അതിന്റെ ഓർഡർ അനുസരിച്ച് പഠിക്കണം. 1, 7 മുദ്രയാലുള്ള ന്യായവിധി. ആദ്യം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മുദ്രകളാലുള്ള ന്യായവിധിയാണ്. രണ്ടാമത് ഏതാ? 7 കാഹളങ്ങളാലുള്ള ന്യായവിധി. ഓർഡർ തെറ്റിപ്പോവല്ലേ. 1, 2, 3 എന്ന് പറഞ്ഞോളൂ. ആരും പിന്നെ നമ്പേഴ്സ് എന്ന് ചൊല്ലാൻ പറഞ്ഞാൽ ആരും പിന്നെ 3, 1, 2 ഇങ്ങനെ പറയുമോ? അതിന്റെ സിസ്റ്റം നിങ്ങൾ പഠിക്കണം. ആദ്യം 7 മുദ്രകളാലുള്ള ന്യായവിധി. 2, 7 കാഹളങ്ങളാലുള്ള ന്യായവിധി. 7 കാഹളം ഊതപ്പെടും. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. 3, 7 ക്രോധകലശങ്ങളാലുള്ള ന്യായവിധി. 7 ക്രോധകലശം എന്ന് പറഞ്ഞ ഒരാളൊന്ന് പറഞ്ഞേ. അത് സഹോദര കാലഘട്ടത്തിലെ ന്യായവിധി ഓർഡർ അനുസരിച്ചെന്ന് പറഞ്ഞേ. മുദ്രകളാലുള്ള 7 കാഹളങ്ങളാലുള്ള ന്യായവിധി. 7 ക്രോധ കലശങ്ങളാലുള്ള ന്യായവിധി. അതെ. വേറെ ഒരാൾക്കൂടെ പറയാം. 7 മുദ്രകളാലുള്ള 7 കാഹളത്താലുള്ള ന്യായവിധി. 7 ക്രോധകലശത്താലുള്ള ന്യായവിധി. ഓക്കെ. എന്നാലും 8-ാം അധ്യായത്തോടു കൂടെ 8-ാം അധ്യായം നമ്മൾ വായിക്കുന്നതോടെ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂർ സ്വർഗത്തിൽ മൗനതയുണ്ടായി. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ചില സമയത്ത്
അധ്യാപകര് അല്ലെ ഹെഡ് മാസ്റ്റർ അല്ലെ പ്രിൻസിപ്പാളൊക്കെ പറയും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു മിനിറ്റ് ദുഃഖാചരണം അല്ല മൗനം ആചരിക്കാവെന്ന് പറയും. കേട്ടിട്ടോ? എപ്പോഴാ അത് അങ്ങനെ പറയുന്നേ? എപ്പോഴാ ഈ സ്കൂളിലും കോളേജിലൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം 3 മിനിറ്റ് ഒക്കെ തോന്നുന്നു. അതുവരെ നിൽക്കത്തില്ല. 1 മിനിറ്റ് മൗനം ആചരിക്കുന്നൊക്കെ എപ്പോഴാ? പ്രധാനപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോ. പ്രധാനപ്പെട്ട അല്ലേ? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണറെ, മുഖ്യമന്ത്രി ഒക്കെ നല്ല കുഴപ്പമില്ലാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദുഃഖാചരണം ഉണ്ടാവും അല്ലേ? ഇവിടെ ആരെങ്കിലും മരിച്ചതിന്റെ പേരിലുള്ള ഒരു ദുഃഖാചരണമല്ല. സ്വർഗത്തിൽ എന്തെങ്കിലും മൗനതയുണ്ടോ? പറ. യെശയ്യാപ്രവചനം 6-ാം അധ്യായം ഒക്കെ പഠിക്കുകയാണെങ്കിൽ സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ, ഡേ ആൻഡ് നൈറ്റ് റെസ്റ്റ് ഇല്ലാതെ അങ്ങനെ സ്വർഗത്തിൽ ആരാധന മുഴങ്ങി നിൽക്കുമ്പോൾ, ഇവിടെ ഇപ്പൊ എന്താണ് 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനത. എന്തായിരിക്കണം ഈ അരമണിക്കൂർ മൗനത വരാൻ? ചിന്തിച്ചു നോക്കിക്കേ, എന്തായിരിക്കണം? പറയാമോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ശിവദാസന്മാർ ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഇനി മുതൽ നിങ്ങൾ ഈ സങ്കീർത്തനമൊക്കെ മാറ്റി വെച്ചിട്ട്, സങ്കീർത്തനമൊക്കെ പ്രസംഗിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഈ സുവിശേഷവും സങ്കീർത്തനവും ഒക്കെ അത് മാത്രം പറഞ്ഞ് നടക്കാതെ വെളിപ്പാട് പുസ്തകത്തിൽ പ്രസംഗിക്കാൻ പഠിക്കണം. ദൈവത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള നിശബ്ദമായിട്ട് ഭക്തിയോടെ ഇരുന്നതാണോ? ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എന്നോ ദൈവത്തിന്റെ അല്ല, മഹോദര കാലഘട്ടത്തിൽ ദൈവത്തിന്റെ എന്നോ പ്രവർത്തനോ? ന്യായവിധി ആരംഭിക്കുന്നതിന് മുമ്പ്. യെസ്, അങ്ങനെ പറയണം. ദൈവത്തിന്റെ ന്യായവിധി ആരംഭിച്ചു കഴിഞ്ഞു. 7 മുദ്രയും പൊട്ടിച്ചു. ഇനി അടുത്തത് പിന്നെ വരികയല്ലേ? അന്നേരം ഇവിടെ ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിക്കുന്നതിന്റെ ദുഃഖാചരണമോ ഒന്നുമല്ല. ഇനിയും വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭയാനകത കാണുമ്പോൾ സ്വർഗം പോലും അരമണിക്കൂർ മൗനം ആചരിക്കേണ്ടി വന്നു. അത്ര ഭീകരതയാണ്. നമുക്കറിയാം, 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ജനത്തെ സ്വാധീനത്തിലാക്കിയ എതിർ ക്രിസ്തു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രക്തച്ചൊരിച്ചിലോടുള്ള യുദ്ധം നടത്തുന്ന എതിർ ക്രിസ്തു. ഒരുപാട് പേര് മരിക്കുന്നു. പിന്നെ ക്ഷാമമുണ്ടാകുന്നു. പിന്നെ മരണമുണ്ടാകുന്നു. രക്തസാക്ഷികളായി അനേകർ മരിക്കുന്നു. പ്രകൃതിക്ഷോഭം ഭയങ്കരമാണ്. ഞാൻ 6-ാം മുദ്ര ഒന്ന് വിശദീകരിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? 6-ാം മുദ്ര ഒന്ന് വിശദീകരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഭാഗത്തോട് വന്നിട്ട് വരാം. ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്നാ സംഭവിച്ചേ? നിങ്ങൾ പെട്ടെന്ന് 6-ാം അധ്യായം ലാസ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് വന്നേ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂകമ്പം, ഭൂമി ശക്തമായിട്ട് കുലുങ്ങി. വാക്യം 6-ാം പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഒരു മിനിറ്റ്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി.
നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെങ്കിലും ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് സൂര്യനെയും ചന്ദ്രനെയും ബാധിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭൂകമ്പം വന്നാൽ സാധാരണ ഭൂമിയെയും കടലിനെയും അല്ലേ ബാധിക്കുന്നേ? അതെ. ഇപ്പൊ അടുത്തിടയ്ക്ക് വെനിസ്വേലയിൽ നടന്ന ഭയങ്കര ഭൂകമ്പം, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, ഭയങ്കര ഭൂകമ്പം. ആ ഭൂകമ്പം വന്നപ്പം സൂര്യൻ കറുത്തോ? ഇല്ല. ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിക്കും ആകാശത്തിനും ഒരുപോലെ എന്ത് ചെയ്യും? ഇളക്കമുണ്ടാകും. മനസ്സിലായോ? ഒരുപോലെ ഭൂമിയെയും ഈ പ്രകൃതിയെ മൊത്തം പിടിച്ചു കുലുക്കുന്ന ഭൂകമ്പമാണ് ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഭൂകമ്പം എന്നൊക്കെ പറയുന്നത് ഒറ്റപ്പെട്ട ചില ഏരിയയില്ല. മനസ്സിലായോ? എന്നാൽ എതിർക്രിസ്തുവിന്റെ ഭരണകാലങ്ങളിൽ സംഭവിക്കുന്ന ഭൂകമ്പം ഒരു ലോക്കൽ ഏരിയയിലല്ല, ലോകം മുഴുവൻ അതിന്റെ പ്രകമ്പനങ്ങളുണ്ട്, ലോകം മുഴുവൻ അതിന്റെ പ്രതിസന്ധികളുണ്ട്. എന്നിട്ട് ഭൂകമ്പം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ച വായിക്കാം. കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യനെ കരിമ്പടം പോലെ കറുത്തു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഉറങ്ങാനും ഡ്യൂട്ടിക്ക് പോകാനും ആരാധനയ്ക്ക് പോകാനും ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ സമയത്തിന്റെ ക്രമീകരണം തരുന്നത് എന്താ? പറ. സൂര്യനാ. വാച്ചൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പഴയ മനുഷ്യരൊക്കെ സൂര്യന്റെ നിഴല് നോക്കിയാണ് സമയം കണ്ടുപിടിക്കുന്നത്. അന്നേരം സമയമെല്ലാം മാറിപ്പോകും. കരിമ്പടം പോലെ കറുത്തു കഴിഞ്ഞാൽ പിന്നെ പകലില്ല, ഇരുട്ട്. മനസ്സിലായോ? പ്രപഞ്ചം മുഴുവൻ താറുമാറാകും. അടുത്ത വാക്യം. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. നമുക്കറിയാം ചന്ദ്രൻ എങ്ങനാ രാത്രിയിൽ പ്രകാശിക്കുന്നത്? പറ. ചന്ദ്രന് സ്വയമായി പ്രകാശമില്ല. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടുന്നത് കൊണ്ടാണ് തുലാം വെളിച്ചം ഉണ്ടാകുന്നത്. സൂര്യൻ മുഴുവൻ കരിമ്പടം പോലെ കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന് പിന്നെ നിലനിൽപ്പില്ല. എന്ന് പറഞ്ഞാൽ അത് രക്തതുല്യമായി. പിന്നെ വായിക്കാം. അത്യാവശ്യം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് വായു ഉതിർക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഉള്ള ഉൽക്കകളെല്ലാം പൊടിഞ്ഞ് താഴെ പോയി. ആ ഭൂകമ്പത്തിൽ സംഭവിച്ചതാ. മൊത്തം ദൈവം കുലുക്കി. ഭൂമിയെയും കടലിനെയും ആകാശത്തെയും സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ എല്ലാം ദൈവം പിടിച്ചു കുലുക്കി. ഇതുപോലത്തെ ഒരു ഭൂകമ്പം ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല. അടുത്ത വാക്യം. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപ് സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആകാശം പേപ്പർ ചുരുട്ടുന്ന പോലെ മാറിപ്പോകുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവത്തിൽ വായിക്കുന്നത് ആകാശം മാറിപ്പോവും, ഭൂമി മാറും, ദൈവവചനത്തിന്റെ വള്ളിയോ പുള്ളിയോ പോകത്തില്ല. എത്ര കൃത്യമാ. പേപ്പർ ചുരുട്ടുന്ന പോലെ ആകാശം പോവും, ഭൂമി സ്വസ്ഥാനത്ത് നിന്ന് പോവും, ഇളകും. തുടർന്ന് തന്നെ അവിടെ സംഭവിക്കുന്നത് ഭൂമിയിലെ രാജാക്കന്മാരും വായിച്ചോ?
ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഭരണാധികാരികളെ കാണിക്കുകയാണ്. രാജാക്കന്മാര്, സഹസ്രാധിപന്മാര്, പട്ടാളത്തെ ക്യാപ്റ്റന്മാര്, മഹത്തുക്കള്, ചെറിയ വ്യക്തി മുതൽ ഉന്നതനായ ഭരണാധികാരി വരെ ഒരുപോലെ അലമുറയിടുകയാണ്. ഞങ്ങൾക്ക് ഈ കുഞ്ഞാടിന്റെ മുഖം കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് കൊല്ലാനാ പറയുന്നത്. പാറകളോടും മലകളോടും പറയാം, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ മേൽ വീണ് ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കിയാല്. ആത്മഹത്യ ചെയ്യാൻ കൊതിച്ചിട്ട് ആത്മഹത്യ പോലും ചെയ്യാൻ ഒക്കാതെ വരുന്നൊരു കാലഘട്ടം. മനസ്സിലായോ? അത്ര ഭയാനകരമായ ഒരു സംഭവമാണ് 6-ാം മുദ്രയിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, 1-ാം മുദ്ര ഒഴിച്ചാൽ 2-ാമത്തെ മുദ്ര മുതൽ 6-ാമത്തെ മുദ്ര വരെ നിങ്ങൾ പഠിച്ചാൽ സ്റ്റെപ്പ് ബൈ ആയിട്ട് പീഡനങ്ങൾ വർദ്ധിക്കുന്നു, ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു, നാശങ്ങൾ വർദ്ധിക്കുന്നു. അതവിടെ തീരുന്നില്ല. ഈ പിശാച് വരുന്നത് അറപ്പാനും മുടിപ്പാനും കൊല്ലാനുമാ വരുന്നത്. ദൈവസഭ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് സമാധാനമുള്ളത്. ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയാ. സാത്താൻ നേരിട്ട് ഭരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവ് നിങ്ങൾ ഓർത്തു നോക്ക്. അന്നേരം ഈ മുദ്ര കൊണ്ടുള്ള ന്യായവിധിയിൽ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തെ പീഡനങ്ങളാണെങ്കിൽ ഇനിയും വരാൻ പോകുന്ന 7 കാഹളങ്ങളാലുള്ള ന്യായവിധിയും 7 ക്രോധകലശവുമായ ന്യായവിധിയും മുമ്പിൽ കണ്ടുകൊണ്ട് സ്വർഗം അരമണിക്കൂർ മൗനമായിരുന്നു. മനസ്സിലായോ? രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ ദൈവത്തിന്റെ ദൂതന്മാര് സ്വർഗം ചലിക്കാതിരിക്കുക. അരമണിക്കൂർ വരാൻ പോകുന്ന ന്യായവിധി അത്ര ഭയാനകമാണ്, അത്ര ഭയാനകമാണ്. മനസ്സിലായോ? അന്നേരം വരാൻ പോകുന്ന കഷ്ടതയുടെ കഠിനത, അതിന്റെ ഗൗരവം മനസ്സിലാക്കി സ്വർഗം പോലും അരമണിക്കൂർ മൗനമായിരുന്നു. അന്നേരം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും ഇനി അങ്ങനെയാണ് എന്തെല്ലാം ന്യായവിധിയാ വരാൻ പോകുന്നതെന്ന്, അല്ലേ? 8-ാം അധ്യായം വേഗത്തിലൊന്ന് എടുക്കാം. 3-4 വാക്യങ്ങൾ വായിക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ വന്ന് യാഗപീഠത്തിനരികെ നിന്നു. 2-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർക്കം അവന് കൊടുത്തു. ധൂപവർക്കത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്തു യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമിടി നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഇവിടെ 7 ദൂതന്മാർക്ക് 7 കാഹളം ലഭിക്കുകയാണ്. ഇതെല്ലാം ഊതാൻ റെഡി ആയിട്ട് നിൽക്കുക. അതിന്റെ 4-ാമത്തെ വാക്യം വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. ധൂപവർക്കത്തിന്റെ പുക ഒന്ന് വായിച്ച വാക്യം. ധൂപവർക്കത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ആമേൻ.
അന്നേരം ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥന 141 സംഘം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രാർത്ഥന ധൂപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് ഈ ധൂപക്കുറ്റിയൊക്കെ വീശുന്നത്. പുക ആ മനസ്സിലായി. അതും ഇതും കൂടെ യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം പഠിക്കണം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധ ധൂപവർഗമായി സ്വർഗത്തിലെത്തുന്നു. അതിന് പുക ധൂപക്കുറ്റി വീശിയിട്ട് തന്നെ എടുക്കാൻ. നമ്മുടെ പ്രാർത്ഥനയുടെ ഗന്ധമാ സ്വർഗത്തിലെത്തേണ്ടത്. ഇനി ഞാൻ ചില കാര്യങ്ങളിലൊന്ന് പറയാൻ പോവാം. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്കറിയാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാചകമുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാചകമുണ്ട്. പ്രാർത്ഥനയിലെ ആദ്യത്തെ വാചകം പറ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം. മേഴ്സി പറഞ്ഞു, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം. സർവശക്തൻ കരുണാസമ്പന്നൻ. അതെ, കരുണാസമ്പന്നനും സർവശക്തനും. അടുത്ത ഓരോരുത്തർ പറഞ്ഞോ. സ്വർഗസ്ഥനായ നല്ല പിതാവ്. അത് കഴിഞ്ഞ് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ല, പ്രാർത്ഥിക്കുന്നതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ആദ്യം പറയുന്ന വാചകമാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെയാ? ആ, അതെ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവൻ. തീർന്നോ? ഇവരെല്ലാം ഉണ്ടോ? സ്വർഗസ്ഥനായ നല്ല പിതാവേ. സ്വർഗസ്ഥനായ നല്ല പിതാവ്. ആ പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ ദൈവത്തെ അഡ്രസ് ചെയ്ത പ്രാർത്ഥന തുടങ്ങുന്നത്. അതാ ഞാൻ വന്നത്. അത് നിങ്ങൾക്ക് കരുണാസമ്പന്നനായ ദൈവമെന്നോ സ്നേഹവാനായ ദൈവമെന്നോ മഹാപരിശുദ്ധനായ ദൈവം, നിങ്ങൾക്ക് എന്താണോ ദൈവത്തെ സംബോധന ചെയ്യാൻ നിങ്ങളുടെ നാവിൽ പരിശുദ്ധാത്മാവ് തരുന്നത്, ആ കാര്യം നിങ്ങൾക്ക് പറയാം. പ്രാർത്ഥനയുടെ തുടക്കം ദൈവത്തെ അഡ്രസ് ചെയ്തായിരിക്കണം നിർബന്ധമാണ്. എന്താണ്? ദൈവത്തെ അഡ്രസ് ചെയ്ത് പറയാവും. അത് ആ സംബോധന കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ രണ്ടാമെന്താ ചെയ്യുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ പറയുന്നേ. പ്രാർത്ഥിക്കുന്നു അവരുടെ അഡ്രസ്. എന്തോ? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പേര്. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അല്ലേ? പിന്നെന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അങ്ങനല്ലേ? ഈ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു താവേ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ കരുതിയ വിധങ്ങൾക്ക് നന്ദി പറയും. അതൊക്കെ പറയുന്നതെല്ലാം അതിനകത്തുണ്ട്. നന്ദി പറയും, സ്തോത്രം ചെയ്യും, പിന്നെ നമ്മുടെ അപേക്ഷകൾ പറയും, ആവശ്യങ്ങൾ പറയും, ഇതെല്ലാം നമ്മൾ പറയും. പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥന എങ്ങനെ അവസാനിപ്പിക്കുന്നേ? നാമത്തിൽ. എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങൾ പ്രാർത്ഥന പലർക്കും ഇന്ന് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമെന്നുള്ള സത്യമാണ്. പക്ഷേ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിനകത്ത് പലപ്പോഴും ദൈവമക്കളെ സാത്താൻ വഞ്ചിച്ചിട്ടുണ്ട്. പ്രാർത്ഥന അവസാനിപ്പിക്കാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്ന് പറയാൻ പലർക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അറിയാവുന്ന ദൈവദാസന്മാരോ പക്വതയുള്ള ചില വിശ്വാസികളോ ഒക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം അവരെങ്ങനെ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുന്നുള്ളത്. 50 വർഷം പഴക്കമുള്ള ഒരു അച്ചായന്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് സകലവും കേൾക്കണമേ ദൈവമേ, കേട്ടോ?
കരുണാസമ്പന്നനായ ദൈവമേ, നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും ഒടുവിൽ സകലവും കേൾക്കണമേ ദൈവമേ. അങ്ങനെയാണോ പ്രാർത്ഥന? അല്ല. പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് നിർബന്ധമായിട്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം. ഈവൻ യേശുവിന്റെ നാമത്തിൽ പോലും പ്രാർത്ഥിക്കരുത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. നമുക്ക് ധൃതിയുള്ളതുകൊണ്ട് വേഗത്തിൽ നമ്മൾ യേശുവിന്റെ നാമത്തിൽ തന്നെ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമുക്ക് ധൃതിയല്ലേ പ്രാർത്ഥന പെട്ടെന്ന് തീർക്കാൻ. യേശു എന്ന് പേരുള്ള ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾക്കറിയാവോ അല്ലേ? ഇഷ്ടം പോലെ ആളുകൾ. പലസ്തീൻ നാട്ടിൽ യേശു എന്ന് പേരുള്ള ധാരാളം ആളുകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് യേശു എന്ന് പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പറഞ്ഞാൽ ആരാ പറ? എന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒറ്റയാളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. നിങ്ങൾക്കറിയാവോ? യേശു ഒത്തിരിയുണ്ട്, യേശു ക്രിസ്തു ഒരാൾ മാത്രമേ ഉള്ളൂ. യേശു മനുഷ്യത്വത്തെ കാണിക്കുന്നു, ക്രിസ്തു ദൈവത്വത്തെ കാണിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു എന്ന നിലയിൽ സ്വർഗത്തിലെ സകല അധികാരങ്ങൾ, മനുഷ്യപുത്രൻ എന്ന നിലയിൽ, യേശു എന്ന നിലയിൽ ഭൂമിയിലെ സകല അധികാരവും. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കും? മനസ്സിലായോ? വേറെ ഒരു 2-3 വാക്യങ്ങൾ എടുത്ത് ഞാൻ വെറുതെ പറയില്ല. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് യോഹന്നാൻ 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങൾ എന്റെ നാമത്തിൽ ൊക്കെയും പുത്രനെ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിനോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. അന്നേരം വാസ്തവത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങളൊരു പേപ്പറിൽ മുഴുവൻ ഒരു ആപ്ലിക്കേഷൻ എഴുതി നിങ്ങൾ കളക്ടർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഒരു വസ്തു സംബന്ധമായ വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. നിങ്ങളൊരു പെറ്റീഷൻ തയ്യാറാക്കി ലെറ്റർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പില്ലാതെ, പേര് ഒപ്പില്ലാതെ നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് റിസീവ് ചെയ്യപ്പെടുമോ റിജക്ട് ചെയ്യുമോ? റിജക്ട് ചെയ്യും. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്റെ നാമത്തിൽ, നിങ്ങൾ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനിയും യോഹന്നാൻ 16:24 വായിച്ചേ, എന്നിട്ട് അതൊന്നുകൂടെ സ്പഷ്ടമാവും. യോഹന്നാൻ 16:24. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. എന്താ പറയാണ്? നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞത്. അവർ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നവരാ, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നവർ. എങ്ങനെ പ്രാർത്ഥിക്കണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. അന്നേരം നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഒടുവിൽ സാത്താൻ യേശു ക്രിസ്തുവിന്റെ നാമം പറയാൻ സമ്മതിക്കത്തില്ല. 100 മെമ്പേഴ്സ് ഉള്ള ചർച്ചിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു മർമ്മോ, നിങ്ങൾക്ക് ആരും ഇത് പറഞ്ഞു തരത്തില്ല. 100 മെമ്പേഴ്സ് ഉള്ള വിശ്വാസികളെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ, അതിൽ വളരെ 10% മാത്രമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കത്തുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കും. അവർ നിർത്തുന്നത് സകലവും കേൾക്കണമേ ദൈവമേ, സകലവും കേൾക്കണമേ രാജാവാം ദൈവമേ, ഇങ്ങനൊക്കെയുള്ള പ്രാർത്ഥനയാണ് പോകും.
അങ്ങനെ പ്രാർത്ഥിക്കരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ. മനസ്സിലായോ? പിതാവായ ദൈവത്തെ അഡ്രസ് ചെയ്ത് പരിശുദ്ധാത്മാവിൽ നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം? അടുത്ത ചോദ്യം, എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൂടെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തുക. എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇതുകൂടെ പറയാം. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം? ഒന്നാമത്തെ പോയിന്റ്, അപ്പോസ്തലപ്രവൃത്തി 4:12 നമ്മൾ വായിക്കുമ്പോൾ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു നാമവുമില്ല. രക്ഷയ്ക്ക് വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. രണ്ടാമത്, എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുക്രിസ്തുവിൽ നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഒന്ന്, രക്ഷയ്ക്ക് വേറെ ഒരു നാമവുമില്ല. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോഴാണ്. രക്ഷയ്ക്ക് വേറെ ഒരു നാമമില്ല. രണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളത് യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമല്ല. മൂന്നാമത്, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത് വായിച്ചു, വെളിപ്പാട് പുസ്തകം 15:4. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നീയല്ലോ പരിശുദ്ധൻ. ലോകത്തിൽ ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. പരിശുദ്ധൻ യേശുക്രിസ്തു മാത്രമാണ്. ഏതെങ്കിലും മനുഷ്യനെ പരിശുദ്ധൻ എന്ന് സംബോധന ചെയ്താൽ ദൈവനാമം വൃഥായി എടുക്കുകയാണ്. മനസ്സിലായോ? ചില സമുദായ സഭകളുടെയൊക്കെ നേതൃനിരയിൽ മുൻനിരയിലൊക്കെ ഇരിക്കുന്നവരെ പരിശുദ്ധൻ എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട്. അത് ഭയങ്കര അപകടം പിടിച്ചൊരു വാക്കാണത്. പരിശുദ്ധൻ. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? പരിശുദ്ധനും വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പരിശുദ്ധൻ എന്താണ്? വിശുദ്ധി എന്താണ്? വേഗം പറ. വിശുദ്ധി എന്താണ്? പരിശുദ്ധൻ എന്താണ്? പരിശുദ്ധി പരിശുദ്ധനെ പരിശുദ്ധാത്മാ സഹായം. ഞാൻ ജിജി ബിനുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്ത് ചോദിച്ചാലും മറുപടി പറയും. അത് നല്ലൊരു ഇതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഞാൻ വേഗത്തിൽ പറയാം, എന്റെ സമയം തീരുന്നതുകൊണ്ടാണ്. ഇത് വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. നോക്കട്ടെ. യേശുക്രിസ്തു ആരാണ്? വിശുദ്ധനാണോ പരിശുദ്ധനാണോ? വേഗം പറ. ലോകത്തിൽ യേശുക്രിസ്തുവിനെ പോലെ പരിശുദ്ധൻ വേറെ ആരുമില്ല. കാരണം പഴയ നിയമ ചട്ടമനുസരിച്ച് ഒരു മനുഷ്യൻ കുഷ്ഠരോഗിയെ തൊട്ടാൽ അവൻ അശുദ്ധനാണ്, അല്ലേ? യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു ഒത്തിരി കുഷ്ഠരോഗികളെ തൊട്ടിട്ടുണ്ട്. യേശു അശുദ്ധനായിട്ടില്ല. പകരം യേശു തൊട്ട കുഷ്ഠരോഗികൾ വിശുദ്ധരായി. പരിശുദ്ധൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധൻ ഏത് അശുദ്ധനെ തൊട്ടാലും അവൻ വിശുദ്ധനാണ്. മനസ്സിലായോ? പഴയ നിയമത്തിൽ ശവത്തെ തൊടുന്നവൻ അശുദ്ധൻ.
യേശു ക്രിസ്തു ഒട്ടനവധി ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഉയർപ്പിച്ചിട്ടുണ്ട്, പഞ്ചത്തെ തൊട്ടിട്ടുണ്ട്, മരിച്ചവ പലരെയും തൊട്ടിട്ടുണ്ട്. യേശു ശവത്തെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, പകരം മരിച്ചവൻ ജീവിച്ചു. ഒരാമേൻ പറഞ്ഞേ. ഇവിടെ കിട്ടിയോ? നിരം പരിശുദ്ധൻ, നീ അല്ലോ ഏക പരിശുദ്ധൻ. ഇന്ന് പരിശുദ്ധൻ എന്ന് പേരുള്ള പലരും തൊട്ടാൽ നമ്മൾ അശുദ്ധരാകുകയല്ലാതെ മാറ്റങ്ങളൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കിട്ടിയോ? ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ആരെയും നിങ്ങൾ പരിശുദ്ധൻ എന്ന് വിളിക്കല് കേട്ടോ. പരിശുദ്ധൻ കർത്താവ് മാത്രമേ ഉള്ളൂ, വേറെ ആരെയും പരിശുദ്ധൻ സംഭവം. ഓക്കെ, നീയല്ലോ ഏക പരിശുദ്ധൻ. ഇതിവിടെ പറയുന്ന എല്ലാം സിംഗിൾ. രക്ഷയ്ക്ക് യേശു അല്ലാതെ വേറെ ആരുമില്ല. സ്വർഗത്തിൽ ഭൂമിയിൽ അധികാരമുള്ളത് യേശു അല്ലാതെ ആരുമില്ല. പരിശുദ്ധൻ യേശു അല്ലാതെ വേറെ ആരുമില്ല. ഇനി 1 തീമോഥെയോസ് 2:5 നോക്കിക്കേ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യപുത്രനായ ക്രിസ്തു. അല്ലേ? അന്നേരം നമ്മുടെ മധ്യസ്ഥൻ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. ലോകത്തിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. 5-ാമത്തെ കാര്യം വെളിപ്പാട് ദിവസം 5:12. വെളിപ്പാട് ദിവസം 5:12 വേഗത്തിൽ വായിച്ചൊന്ന് സഹായിച്ചേ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രം. നമ്മുടെ ശക്തിയും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യേശു മാത്രമാണ് യോഗ്യൻ. തീർന്നില്ല. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് ദിവസം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. എന്ന് പറഞ്ഞാൽ ന്യായവിധി നടത്തുവാൻ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. ഈ 6 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നുകൊണ്ട് നമ്മൾ ഇതിനപ്പുറത്ത് പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള ആരുമില്ല. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ആരും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന? ധൈര്യത്തോട് പറയണം, രക്ഷയ്ക്ക് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. പരിശുദ്ധൻ യേശു മാത്രമേ ഉള്ളൂ. മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആരാധന യോഗ്യൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ന്യായവിധി നടത്തുവാൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മധ്യസ്ഥന്റെ